തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്, അതിലേക്ക്. മൂന്നാം സ്ഥാനത്തേക്കോ അവഗണനീയമായ അവസ്ഥയിലേക്കോ തള്ളപ്പെടും. കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ അനുഭവം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരള ജനത ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത്. രാജ്യത്തെ വർഗീയതയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ജനപക്ഷ ഭരണത്തിലേക്ക് നയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണിത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കുക എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാന ഇനമാണ്. സംഘപരിവാറിൻ്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നഖശികാന്തം എതിർക്കുന്ന LDF വിജയിക്കണോ? BJP നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന UDF ജയിക്കണോ? ഇത്തരമൊരു മൂർത്തമായ ചോദ്യമാണ് വോട്ടർമാരുടെ മുന്നിലുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ അനുഭവം BJP കേരള വിരുദ്ധമായി എന്തെല്ലാം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ആ നിലപാടുകളോടൊപ്പം കോൺഗ്രസും UDFും അണിനിരന്നു എന്നതാണ്. സംഘപരിവാറിൻ്റെ പരാജയം ഉറപ്പാക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്തെ പരമാധികാര, സ്ഥിതിസമത്വ, മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി ഒരു പരിക്കുമേശാതെ നിലനിർത്താനുള്ള ദൗത്യമാണ് ഈ തെരഞ്ഞെടുപ്പിനുള്ളത്. കേരളത്തെയും കേരളീയരെയും ലോകത്തിനു മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാനും അവഹേളിക്കാനും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുമുള്ള ആസൂത്രിത നീക്കങ്ങൾക്കെതിരെയുള്ള ജനവിധിയാണ് ഇത്തവണ ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം BJPയുടെ പ്രകടന പത്രിക പുറത്തു വന്നു. വർഗീയ അജണ്ടയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞത് പ്രോഗ്രസ് റിപ്പോർട്ടിനെ കുറിച്ചാണ്. പക്ഷേ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ BJPക്ക് ധൈര്യമില്ല. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഏക സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുന്ന പ്രഖ്യാപനമാണ് പ്രധാന വാഗ്ദാനങ്ങളായി വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ വാഗ്ദാനങ്ങളുണ്ട്. അത് അതേപടി അവശേഷിക്കുകയാണ്. അപ്പോഴാണ് രാമക്ഷേത്രവും പൗരത്വ നിയമ ഭേദഗതിയും കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതുമെല്ലാമാണ് നേട്ടമായി BJP എടുത്തു കാട്ടുന്നത്. വികസിത ഇന്ത്യയുടെ 4 ശക്തമായ തൂണുകളായ യുവാക്കൾ, സ്ത്രീകൾ, ദരിദ്രർ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയും ഇവിടെ വന്നപ്പോൾ അവകാശപ്പെട്ട കാര്യമാണ്. 10 കൊല്ലം ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ 10 വർഷ കാലയളവിനുള്ളിൽ
ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് എന്ത് ശാക്തീകരണമാണ് ഉണ്ടായത് എന്നുകൂടി പറയണ്ടേ? അപ്പോൾ സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത താങ്ങുവില, സംഭരണത്തിൻ്റെ ഗ്യാരണ്ടി, കർഷക ആത്മഹത്യ, വായ്പ എഴുതിത്തള്ളൽ, ഇവയെക്കുറിച്ചെല്ലാം പൂർണ്ണ മൗനം പാലിച്ച് എങ്ങനെയാണ് കർഷകരെ ശാക്തീകരിക്കുക? 2014 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും കടാശ്വാസം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. 1 രൂപ പോലും മോദി സർക്കാർ ഇന്ന് വരെ 10 വർഷമായി കടാശ്വാസം നൽകിയോ? കൃഷിക്കുള്ള വിഹിതം നിരന്തരമായി വെട്ടിക്കുറക്കുകയാണ്. കർഷകർക്കുള്ള എല്ലാ പ്രധാന പദ്ധതികളുടെയും ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചു. സംഭരണം, വിള ഇൻഷുറൻസ്, ഭക്ഷ്യ വളം സബ്സിഡികൾ, തൊഴിലുറപ്പ് പദ്ധതി എന്നിവയ്ക്കുള്ള വിഹിതവും വെട്ടിക്കുറച്ചു. ഇത് എങ്ങനെയാണ് ശാക്തീകരണമാവുക? 2019 വീണ്ടും പറഞ്ഞു, 2022 ഓരോ ഇന്ത്യക്കാരനും ഒരു വീട്. ഇതായിരുന്നു BJP നൽകിയ വാഗ്ദാനം. എന്തായി അതിൻ്റെ ഗതി? അത് പറയണ്ടേ? ഞങ്ങൾ എത്രത്തോളം ചെയ്തു എന്ന് ഈ ഘട്ടത്തിൽ പറയണ്ടേ? 2024 മാനിഫെസ്റ്റോയിൽ ഇതേക്കുറിച്ച് പരിപൂർണ മൗനമാണ്. നമ്മൾ കേരളം എന്ന ഈ ചെറിയ സംസ്ഥാനത്തിൻ്റെ അനുഭവം ഇതോടൊപ്പം ചേർത്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുദ്രാവാക്യമായി എടുത്തത് ഭവനരഹിതരില്ലാത്ത കേരളം എന്നതാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തോട് അടുക്കുകയാണ് നമ്മൾ. ഇപ്പോൾ 4 ലക്ഷം വീടുകൾ എന്ന നാഴികക്കല്ല് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഇതുവരെ കേരളത്തിൽ പൂർത്തീകരിച്ചത് 4,03,558 വീടുകളാണ്. 1,52,000 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 5,03,610. ഇതിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ പങ്കാളിത്തം? പൂർത്തീകരിച്ച 4 ലക്ഷം വീടുകളിൽ PMAY ഗ്രാമീൺ പദ്ധതി വഴി 33,512 വീടുകൾക്ക്, അതായത് കേന്ദ്ര വിഹിതമായിട്ട് വരിക 72,000 രൂപ വീതമാണ്. ഈ PMAY ഗ്രാമീൺ പദ്ധതിയിൽ കേന്ദ്ര വിഹിതം 72,000 രൂപ. അപ്പോൾ അങ്ങനെയുള്ള 33,517 വീട്. PMAY അർബൻ ആ പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് 83,261 വീട്. അതിന് 1,50,000 രൂപ വീതം കേന്ദ്ര വിഹിതം കിട്ടും. പക്ഷേ ഇത് മാത്രമാണ് കേന്ദ്ര സഹായം ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ ലൈഫ് മിഷൻ ഇതുവരെ ആകെ ചെലവഴിച്ചത് 17,490 കോടി 33 ലക്ഷം രൂപയാണ്. അതിൽ കേന്ദ്ര വിഹിതമായിട്ട് വരുന്നത് 2,081 കോടി 69 ലക്ഷം രൂപ. ഇപ്പോൾ 17,490 കോടിയിൽ 2,081 കോടിയാണ് കേന്ദ്ര വിഹിതമായിട്ട് വരുന്നത്.
എന്ന് പറഞ്ഞാൽ 11.9% മാത്രം. ഇപ്പോൾ PMAY വഴി ലഭിച്ച കേന്ദ്ര സഹായം 2 പദ്ധതികളിലെയും ഗുണഭോക്താക്കൾക്ക് ബാക്കി സംഖ്യ കൂട്ടി 4 ലക്ഷം രൂപ തികച്ച് നൽകുന്നത് സംസ്ഥാനമാണ്, സംസ്ഥാന സർക്കാരാണ്. 70% വീടുകളും പൂർണ്ണമായി കഴിഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ചെലവിലാണ് നിർമ്മിച്ചത്. ഈ വീടുകളെല്ലാം ചെലവിൻ്റെ പൂർണ്ണമായ ഭാഗം സംസ്ഥാന സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും കൂടിയാണ് നിർവഹിച്ചത്. എന്നിട്ടും ലൈഫ് മിഷൻ മുഴുവൻ കേന്ദ്ര സഹായമാണെന്ന് പറഞ്ഞു നടക്കാനാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. അതുതന്നെയാണ് പ്രധാനമന്ത്രിയും കേരളത്തിൽ വന്ന് പറഞ്ഞത്, പ്രകടന പത്രികയിൽ ആവർത്തിച്ചു. സംസ്ഥാനം ഉണ്ടാക്കിയ നേട്ടത്തിനുമേൽ കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിംഗ് വേണമെന്നാണ് കേന്ദ്രം ആവശ്യപ്പെട്ടത്. കേരളത്തിൻ്റെ അനുഭവം ഇതാണെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യുവജനങ്ങളോടുള്ള സമീപനം തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറേ അല്ല. തൊഴിലില്ലായ്മ സംബന്ധിച്ച സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരാതിരിക്കാൻ കാട്ടിയ വ്യഗ്രതയാണ് നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. തൊഴിലുള്ള ഇന്ത്യക്കാരുടെ എണ്ണം 2013 44 കോടിയായിരുന്നു. അത് 2021 ആയപ്പോൾ 38 കോടിയായി കുറഞ്ഞു. 44 നിന്ന് 38 വീഴുകയാണ് ചെയ്തത്. അതേസമയം തൊഴിലെടുക്കാൻ സാധ്യമായ പ്രായം, ആ ഗണത്തിലുള്ളവരുടെ എണ്ണം 79 കോടിയിൽ നിന്നും 106 കോടിയായി ഉയർന്നു. തൊഴിലെടുക്കുന്നവരിൽ സ്ത്രീകളുടെ ശതമാനം 2013 36%. അത് 2021 ആയപ്പോൾ 9.24% കുറഞ്ഞു. ഇതാണ് രാജ്യത്തിൻ്റെ അവസ്ഥ. സ്ഥിരം തൊഴിൽ ഒരു സ്വപ്നം പോലും അല്ലാതാകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. 8 വർഷം കൊണ്ട് 2014-2022 കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി ഉദ്യോഗം നൽകിയത് വെറും 2,22,000 പേർക്ക് മാത്രമാണ്. പുതുതായി ഒരു തസ്തികയും സൃഷ്ടിച്ചില്ല. കേന്ദ്ര സർവീസിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി നിലവിലുള്ള 10 ലക്ഷത്തോളം തസ്തികകളിൽ നിയമനം മരവിപ്പിച്ചു. റെയിൽവേയിൽ മാത്രം 3 ലക്ഷം ഒഴിവുകളാണ് നികത്താതെ ഇട്ടിരിക്കുന്നത്. പട്ടാളത്തിൽ പോലും സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാക്കി. കരാർ നിയമനങ്ങൾ കൊണ്ടുവരികയാണ് അവിടെ. യുവാക്കൾക്ക് തൊഴിൽ നൽകുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ പതുക്കെ പിന്മാറുകയാണ്. വർഷം 2 കോടി പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ BJP സർക്കാർ നമ്മുടെ രാജ്യത്ത് നടത്തിയ പ്രകടനമാണ് ഇത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJP നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കിയെന്നും അവരുടെ പ്രകടന പത്രിക അവകാശപ്പെടുകയാണ്. ആർക്ക് നൽകിയ വാഗ്ദാനമാണ് പാലിക്കപ്പെട്ടത് എന്നതിൽ പൂർണ്ണ മൗനമാണ്. നമ്മുടെ രാജ്യത്ത് ഗ്യാരണ്ടി കിട്ടിയത് കോർപ്പറേറ്റുകൾക്ക് മാത്രമാണ്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടെ 10 ലക്ഷം കോടിയോളം
രൂപയുടെ കോർപ്പറേറ്റ് ലോണുകളാണ് പൊതുമേഖലാ ബാങ്കുകൾ എഴുതി തള്ളിയത്. ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം കേമത്തമായി പറയുകയും ഏക സിവിൽ കോഡ് അടക്കമുള്ള അജണ്ട മുൻനിർത്തി രാജ്യത്ത് ധ്രുവീകരണത്തിന് വഴിമരുന്നിടുകയും ചെയ്യുന്ന BJP പ്രകടന പത്രികയുടെ ജനകീയ വിചാരണയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുക. പ്രകടന പത്രികയിൽ സ്വീകരിച്ച അതേ കാപട്യ സമീപനമാണ് BJP കേരളത്തോട് ഒരു സംസ്ഥാനമെന്ന നിലക്ക് നിരന്തരം സ്വീകരിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നടത്തിയ 2 പ്രസംഗങ്ങളിലും അതാണ് കണ്ടത്. ഒരു വിഷയം മാത്രം ഇപ്പോൾ സൂചിപ്പിക്കാം. കടമെടുപ്പ് പരിധി വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് കേരളത്തിന് തിരിച്ചടി കിട്ടി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞതായി കേട്ടത്. കേരളത്തിന് തിരിച്ചടിയാണോ ഉണ്ടായത്? ഭരണഘടനയിലെ 293(3) വകുപ്പ് തെറ്റായി വ്യാഖ്യാനിച്ചാണ് കേന്ദ്രം സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്വയംഭരണാവകാശത്തിനുമേൽ കടന്നു കയറിയത്. കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും കടമെടുക്കുന്ന തുക ഓഫ് ബജറ്റ് ബോറോയിങ് ആയി പരിഗണിക്കുമെന്നും അത് സംസ്ഥാന സർക്കാരിൻ്റെ കടമെടുപ്പായി കണക്കാക്കുമെന്നുമാണ് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്. കേന്ദ്ര സർക്കാരിന് കീഴിലെ നാഷണൽ ഹൈവേ അതോറിറ്റി, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ഇത്തരം ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ അക്കൗണ്ടിൽപ്പെടുത്തുന്നില്ല. അപ്പോഴാണ് സംസ്ഥാനങ്ങൾക്കെതിരെ ഇങ്ങനെയൊരു നിലപാടെടുത്തിട്ടുള്ളത്. ഈ നിലപാടിനെതിരെയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത്. ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി 43 പ്രകാരം സംസ്ഥാന കടമെടുപ്പ് പൂർണ്ണമായും നിയമസഭയുടെ അധികാര പരിധിയിലുള്ളതാണ്. ഇതിൽ നിയന്ത്രണങ്ങൾ വരുത്താനുള്ള കേന്ദ്രത്തിൻ്റെ അധികാര പ്രയോഗം ഭരണഘടനാ വിരുദ്ധമാണ്. ഇതാണ് കേരളം സുപ്രീം കോടതിയിൽ ഉന്നയിച്ച കാതലായ വാദം. വായ്പയെടുക്കുന്നതിനുള്ള സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്കുമേൽ കേന്ദ്രം ചെലുത്തുന്ന നിയന്ത്രണാധികാരങ്ങൾക്കുമേൽ അത് കൃത്യമായി വിശദമായി പരിഗണിക്കണം എന്നതാണ് നാം ആവശ്യപ്പെട്ടത്. അത് പൂർണ്ണമായി സുപ്രീം കോടതി അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായാണ് ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഞങ്ങൾ ഇതേവരെ കടക്കാത്ത മേഖലയാണ്, സുപ്രീം കോടതി കടക്കാത്ത മേഖലയാണ്, ആ വിഷയം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. സംസ്ഥാനത്ത് ഒരു മണ്ഡലത്തിലും BJP 2ാം സ്ഥാനത്തെത്തില്ലെന്ന് അദ്ദേഹം തുടക്കത്തിൽ പറയുകയുണ്ടായി. കോൺഗ്രസിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രി ഉന്നയിച്ച ചില ആരോപണങ്ങൾക്ക് കൂടി മുഖ്യമന്ത്രി മറുപടി പറയുകയാണ്. കടമെടുപ്പ് പരിധിയിൽ പ്രധാനമന്ത്രിയുടെ വാദങ്ങളെ തള്ളിക്കളയുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഇപ്പോഴും തൃശ്ശൂരിൽ തുടരുകയാണ്.